ലക്ഷ്മീസ് ഫുഡ് കോർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഇതുവരെയായും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ താഴെ കാണുന്ന ചുവന്ന ബട്ടണിൽ പ്രസ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇവിടെ കാണുന്ന ബെൽ ഐക്കൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ആദ്യം തന്നെ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. നമസ്കാരം, ലക്ഷ്മീസ് ഫുഡ് കോർട്ടിലേക്ക് സ്വാഗതം. ഞാൻ ലക്ഷ്മി വിമൽ. ഞാൻ ഇന്നിവിടെ കാണിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് സേമിയ പായസം. സേമിയ പായസം ഇപ്പോൾ കാണിക്കുന്നത് എന്താ വെച്ചാൽ, ഒന്നാമത് സദ്യയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് 2 തരം പായസം ഉണ്ടാക്കുകയാണെങ്കിൽ വളരെ എളുപ്പമുള്ളൊരു പാൽപ്പായസമായിരിക്കും നല്ലത്. നമ്മൾ ഒരുപാട് നേരം പാൽപ്പായസത്തിനൊക്കെ സമയം കളയാൻ നമ്മുടെ കയ്യിൽ ഉണ്ടാവില്ല, പല ഡിഷസായിട്ട് ചെയ്യുമ്പോൾ. അപ്പം എന്തായാലും വിഷു വരാൻ പോകുന്നതുകൊണ്ട് വിഷുവിനൊരു പാൽപ്പായസവും ഒരു ശർക്കര പായസം ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ സേമിയ പായസം കാണിക്കുന്നത്. കാരണം സേമിയ പായസം വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. ആ സേമിയ പായസം ആവട്ടെ. നമുക്കിന്ന് അല്പം സേമിയ പായസം വയ്ക്കാം. സേമിയ പായസം വെക്കാനായിട്ട് ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ എടുത്ത് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഞാൻ ഇതിൽ തന്നെയാണ് സേമിയ വറുക്കുകയൊക്കെ ചെയ്യുന്നത്. ഞാൻ അതിലേക്കൊരു 1.5 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ നെയ്യൊക്കെ ഒന്ന് മെൽട്ടായി വന്നിട്ടുണ്ട്. ഞാൻ അതിലേക്ക് കുറച്ച് കാഷ്നട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് കോരി മാറ്റാം. അതിലേക്ക് ഞാൻ കുറച്ച് കിസ്മിസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളിതൊക്കെ ലോ ഫ്ലെയിമിലിട്ട് വേണം വറുത്തെടുക്കാനായിട്ട്, അല്ലെങ്കിൽ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇതെല്ലാം ആയിട്ടുണ്ട്, നമുക്കൊന്ന് കോരി മാറ്റാം. ഞാനിവിടെ 150 ഗ്രാം സേമിയയുടെ പാക്കറ്റാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇത് മുഴുവൻ ഉപയോഗിക്കുന്നില്ല, അതിൻ്റെ പകുതി മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. ഞാൻ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ ഇവിടെ പായസം. കാരണം വിഷുവിന് ലാസ്റ്റ് എനിക്ക് ഈ പായസം ബാക്കിയായ ബുദ്ധിമുട്ടാണ്. ഞാൻ റോസ്റ്റഡ് ആയിട്ടുള്ള സേമിയാണ് യൂസ് ചെയ്യുന്നത്. കുറച്ച് ബ്രൗൺ കളറാണ്, എന്നാലും നമുക്കിതൊന്നുകൂടെ റോസ്റ്റ് ചെയ്യേണ്ടി വരും. ഞാൻ ഇതിൻ്റെ പകുതി എടുക്കുന്നുള്ളൂ. നല്ല നീളത്തിലുള്ള സേമിയായിരുന്നു. ഞാൻ അതിങ്ങനെ പൊടിച്ചാണ് എടുത്തിരിക്കുന്നത്. ഇത് അതിൻ്റെ പകുതിയേ ഉള്ളൂ, 150 ഗ്രാമിൻ്റെ ഹാഫേ ഉള്ളൂ. നമുക്കത് ഈ നെയ്യിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ എന്നാലും റോസ്റ്റഡ് സേമിയ വാങ്ങിച്ചാലും ഒന്നുകൂടെ റോസ്റ്റ് ചെയ്യും. അതുപോലെ റവയൊക്കെ ഉപ്മാവ് ഉണ്ടാക്കാനാണെങ്കിൽ റോസ്റ്റഡ് റവ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഒന്നുകൂടെ റോസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പം അതാണ് കുറച്ചുകൂടെ നല്ലത്. പിന്നെ ഞാൻ പറയുന്നത്, ഞാനിങ്ങനെ തിൻ സൈസിലായിട്ടുള്ള സേമിയാണ് യൂസ് ചെയ്യാറ് ഇവിടെ പായസത്തിൽ. ചിലവർ ചിലപ്പം തിന്നായിട്ടുള്ളതായിരിക്കില്ല, നല്ല തിക്കായിട്ട്. പക്ഷേ തിക്കായിട്ടുള്ളത് യൂസ് ചെയ്യേണ്ട, ഒരു മീഡിയം സൈസ് വരെ ഓക്കെ. തിക്കായിട്ടുള്ളത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത്ര സുഖം കിട്ടില്ല. ഞാൻ സാധാരണ ഈ സേമിയാണ് കൂടുതലും ഇവിടെ യൂസ് ചെയ്യാറ്. എനിക്ക് ആ പായസത്തിൻ്റെ അകത്ത് ഇത് വായിൽ കടിക്കാൻ പോലും കിട്ടില്ല അധികം. അങ്ങനത്തെ ഒരു ടേസ്റ്റാണ് ഇഷ്ടം എനിക്ക്. നല്ലവിടെ വീട്ടിൽ മോൾക്കാണെങ്കിലും വായിൽ തടയുന്നൊന്നും കഴിക്കുന്ന സ്വഭാവമൊന്നുമില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇതാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. നിങ്ങൾ ഇത്ര നെയ്യ് ചേർക്കണം നിർബന്ധമൊന്നുമില്ല. നമ്മുടെ സേമിയൊക്കെ റോസ്റ്റായി തുടങ്ങി, ചിലതൊക്കെ കളർ മാറുന്നുണ്ട്. കളർ മാറുമെന്ന് വെച്ചാൽ ഒന്ന് ഫ്രൈ ആയ ഒരു ലുക്ക് വരും. ഇത് ഓൾറെഡി റോസ്റ്റഡ് സേമിയ ആയതുകൊണ്ട് ഡാർക്ക് കളർ ആയതുകൊണ്ടും നിങ്ങൾക്ക് കളർ ഒരുപാട് മാറിയതായിട്ട് ഫീൽ ചെയ്യില്ല. ഇത് കണ്ടോ, ഇത്രയും റോസ്റ്റായാൽ മതി. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഞാനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാൻ പോവാണ്. ഞാൻ ആ സെയിം പാൻ തന്നെ ഒന്ന് ടിഷ്യൂ ഒക്കെ വെച്ച് തുടച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്തുള്ള കുറച്ച് സേമിയയുടെ 2-3 ചെറിയ തരി നിൽക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഞാൻ അതിലേക്ക് പാൽ ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ 4 കപ്പ് പാൽ ചേർത്തിട്ടുണ്ട്. അതായത് ഏകദേശം 1 ലിറ്റർ പാൽ. ഞാനിവിടെ 1 ലിറ്റർ പാലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. 1 ലിറ്റർ പാലെന്ന് പറഞ്ഞാൽ ഞാൻ 75 ഗ്രാം സേമിയ എടുത്തിട്ടുള്ളൂ. സേമിയ എടുക്കുന്നതിനനുസരിച്ച് പാലിൻ്റെ അളവ് കൂട്ടണം. ഞാൻ അതിലേക്ക് ഒരു 1.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഞാൻ ആ പാലിൻ്റെ ക്യാനൂടെ ഒന്ന് ഇതാക്കി റിൻസ് ചെയ്ത് എടുത്തു എന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് വെള്ളത്തിന് ആ കളറ്. നിങ്ങൾ വിചാരിക്കുക എന്തിനാണ് വെള്ളം എടുക്കണമെന്ന്. ആ വെള്ളം മുഴുവൻ വറ്റിച്ച് കളയണ വരെ നമ്മളിത് കുക്ക് ചെയ്യണം. എന്നാലേ ആ പായസത്തിനൊരു പ്രത്യേക ടേസ്റ്റ് കിട്ടുള്ളൂ. ഇപ്പം ഞാനിതിൽ പഞ്ചസാരയൊന്നും ചേർത്തിട്ടില്ല, പാല് തിളയ്ക്കാൻ വെച്ചിട്ടേ ഉള്ളൂ. ഇനി ഈ പാലൊന്ന് തിളച്ച് തുടങ്ങട്ടെ. നമ്മുടെ പാല് കണ്ടോ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. പാലിൻ്റെ ആട വരുന്നതിന് മുമ്പേ നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തോളണം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പാലെന്തായാലും ഒന്ന് കുറയട്ടെ. ആ വെള്ളം ആഡ് ചെയ്തിട്ടുണ്ടല്ലോ, ആ വെള്ളം നന്നായിട്ട് വറ്റണ വരെ നമുക്ക് ഈ പാല് തിളപ്പിക്കണം. നമ്മൾ ആഡ് ചെയ്ത വെള്ളമാണ് വറ്റിക്കേണ്ടത്, അല്ലാതെ പാല് കുറുകണമെന്നില്ല.
പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്ക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ അതില്ലാതെയും ചെയ്യാം. ഞാനിവിടെ കണ്ടൻസ്ഡ് മിൽക്ക് സേമിയ പായസത്തിലൊന്നും ചെയ്യാറില്ല, അതുകൊണ്ട് കണ്ടൻസ്ഡ് മിൽക്ക് ഇല്ലാത്ത വേർഷനാണ് ഞാൻ കാണിക്കുന്നത്. ഇപ്പോൾ പാല് ജസ്റ്റ് തിളച്ചിട്ടേ ഉള്ളൂ. ഇനി ഇത് വാട്ടർ ആഡ് ചെയ്തതിൻ്റെ അളവ് കുറയുന്നവരെ കുറുകട്ടെ. ഞാനിവിടെ സാധാരണ സദ്യക്കൊക്കെയാണ് സേമിയ പായസം ഉണ്ടാക്കുക. കാരണം സദ്യ വയ്ക്കുന്ന ദിവസങ്ങളിൽ എളുപ്പപ്പണിയുള്ള പായസമായിരിക്കും നല്ലത്. അന്നത്തെ ദിവസം പാലട ഉണ്ടാക്കാൻ പോയാൽ ചിലപ്പോൾ നല്ല ബുദ്ധിമുട്ടായിരിക്കും. അപ്പം എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ 2 പായസമൊക്കെ ഉണ്ടാക്കും ഞാൻ. അപ്പോൾ സേമിയ പായസം എന്തെങ്കിലും ഒരു പ്രഥമൻ ഉണ്ടാവും. ഒന്നുകിൽ അവൽ പ്രഥമനായിരിക്കും, അല്ലെങ്കിൽ പരിപ്പ് പ്രഥമനായിരിക്കും, അങ്ങനെ പല പ്രഥമനും വയ്ക്കാറുണ്ട്. അങ്ങനെയുള്ള സമയത്ത് നമുക്ക് എല്ലാ പണിയും കൂടെ ആവില്ല. അപ്പോൾ സേമിയ പായസമായിരിക്കും കുറച്ചുകൂടെ ഈസി. അതുകൊണ്ടാണ് ഞാൻ സേമിയ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു വിഷുവിന് സദ്യക്കും നിങ്ങൾക്കും അതുപോലെ ഈസി ആയിക്കോട്ടെ, ഒരു പായസം ഒരു പ്രഥമനും ഇടാമെന്ന് വിചാരിച്ചു വീഡിയോ. അതുകൊണ്ടാണ് ഞാൻ സേമിയ കാണിക്കുന്നത്. പാലടയൊക്കെ ഞാൻ പിന്നീട് ഒരു ദിവസം കാണിക്കാം. പിന്നെ പറയാനുള്ളത്, നമ്മൾ ഈ സേമിയ വറക്കാതെ നമ്മൾ റോസ്റ്റഡ് സേമിയ മേടിച്ചിട്ട് അങ്ങനെ ഇട്ട് പായസം ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഓതൻറ്റിക് ആയിട്ടുള്ളൊരു ടേസ്റ്റ് കിട്ടില്ല. പിന്നെ ഞാൻ വേറൊരു കാര്യം പറയുന്നത്, മധുരത്തിൻ്റെ കാര്യം ഓരോരുത്തരുടെ കൺവീനിയൻസ് അനുസരിച്ചാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്കൊരു 100 ഗ്രാം സേമിയയ്ക്ക് വരെ ഈ 4 കപ്പ് പാൽ ഉപയോഗിക്കാം കേട്ടോ. ഞാനൊരു 150 അതിൻ്റെ പകുതി എന്നുള്ളൊരു കണക്ക് വെച്ച് എടുത്തു എന്നേ ഉള്ളൂ. അല്ലാതെ കറക്റ്റ് 75 ഗ്രാം തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഒരു 200 ഗ്രാം സേമിയ എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു 8 കപ്പ് മിൽക്ക്, 2 ലിറ്റർ മിൽക്ക് എടുക്കണം. ഇപ്പം നമ്മുടെ പാല് 1 കപ്പ് വെള്ളം കുറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇനി ഇതിലേക്ക് പഞ്ചസാര ചേർക്കുന്നു. ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് പഞ്ചസാര ചേർക്കുന്നുണ്ട്. ഇനി മധുരം നോക്കിയിട്ട് ബാക്കി ഞാൻ ചേർക്കുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്തായാലും നിങ്ങളുടെ അളവനുസരിച്ച് ചേർക്കുക. പിന്നെ എപ്പോഴും ഞാൻ പറയാറുള്ള പോലെ മധുരം കുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളൊരല്പം ഉപ്പ് കൂടെ ചേർക്കും. അതുകൊണ്ട് ഞാനൊരു പിഞ്ച് സോൾട്ട് കൂടെ ഇവിടെ ചേർക്കുന്നുണ്ട്. അത് ഞാൻ പറയാം. പഞ്ചസാര ചേർത്താൽ വീണ്ടും അത് വെള്ളമാവും. ഇപ്പം നമ്മുടെ പഞ്ചസാര അലിഞ്ഞപ്പോൾ വീണ്ടും ഒരു 1/2 കപ്പ് കൂടുതൽ വെള്ളം ആയിട്ടുണ്ട്. അത് ഒന്നുകൂടെ അതൊന്ന് കുറുകണം. പക്ഷെ നമുക്ക് ഇതിനകത്തേക്ക് ഉപ്പും സേമിയയും ചേർത്ത ശേഷം അത് കുറുകിക്കോളും. ഞാനൊരു നുള്ളു ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഉപ്പെന്ന് പറഞ്ഞാൽ ഒരുപാട് ഒരു 1/4 ടീസ്പൂണൊന്നും ചേർക്കരുതേ. ജസ്റ്റ് ഒരു ആ പഞ്ചസാര ഒന്ന് എടുത്തറിയിക്കാൻ വേണ്ടിയിട്ടാണ്. പാല് നല്ലപോലെ കുക്കായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു പച്ചപ്പാലിൻ്റെ ടേസ്റ്റ് വരും. അതുപോലെ വെള്ളം ചേർത്തില്ലെങ്കിലും പാലിൻ്റെ ടേസ്റ്റ് കൂടുതൽ എടുത്ത് നിൽക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ കുക്ക് ചെയ്യാൻ പറയണത്. ഈ പാല് തിളയ്ക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കണം എന്നില്ല. പിന്നെ തിളച്ച് തൂകിപ്പോകാത്ത ഒരു പാത്രം വെച്ചിട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഒരുപാട് ലോ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പാലിൻ്റെ ആട കൂടാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ലോ ഫ്ലെയിമിലും ഇടരുത്, ഒരുപാട് ഹൈയും ഇടണ്ട. മീഡിയം ടു ഹൈ ഫ്ലെയിമിലേക്ക് ഇടാം. ഇപ്പോൾ നമ്മുടെ പഞ്ചസാര വെള്ളമായ ആ ഒരു വെള്ളത്തിൻ്റെ അളവില്ലേ, അതുകൂടെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് സേമിയ ചേർക്കാം. പിന്നെ മധുരമൊക്കെ നിങ്ങളുടെ പ്രിഫറൻസ് അനുസരിച്ച് നിങ്ങൾ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്തോളൂ. ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിൽ കിടന്നിട്ട് ഒന്നുകൂടെ തിക്കായിട്ട് കുറുകിക്കോട്ടെ. ഒരുപാട് തിക്കാവണം എന്ന് നിർബന്ധമില്ല. കാരണം പായസം ആറിക്കഴിയുമ്പോൾ നല്ലോണം തിക്കാവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കറക്റ്റ് ഒരുപാട് കുറുകിയിട്ടില്ല എന്നോർത്ത് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. എന്തായാലും സേമിയയൊക്കെ ഒന്ന് വേവട്ടെ. നമ്മളെ സേമിയ പായസം ഒന്നുകൂടെ നന്നായിട്ട് തിളച്ച് കുറുകി തുടങ്ങിയിട്ടുണ്ട്. ഇതിപ്പോൾ ഒരല്പം ലിക്വിഡ് ആണെങ്കിലും ആറിക്കഴിയുമ്പം ഒന്നുകൂടി ടൈറ്റാവും. അതുകൊണ്ട് കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കേണ്ടവരാണെങ്കിൽ മധുരത്തിൻ്റെ അളവ് അഡ്ജസ്റ്റ് ചെയ്യണം. അവർ അധികം മധുരം ചേർക്കാൻ പാടില്ല. കാരണം കണ്ടൻസ്ഡ് മിൽക്ക് നല്ല മധുരമായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവരാണെങ്കിൽ ഈ പഞ്ചസാര ചേർക്കണ സമയത്ത് നിങ്ങൾ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് നോക്കുക. എന്നിട്ട് മധുരം അനുസരിച്ച് മാത്രം അഡ്ജസ്റ്റ് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ പായസം ഒരുവിധം കുറുകി വന്നിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഞാനിവിടെ മിക്സിയുടെ ജാറിൽ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കുറച്ച് ഏലക്കായ എടുത്തിട്ട് ക്രഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. അത് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. എൻ്റെ മിക്സിയിലത്തെ ഏറ്റവും ചെറിയ ജാർ പോലും കുറച്ച് വലുതാണ്. അതുകൊണ്ടാണ് 2 ടേബിൾ സ്പൂണൊക്കെ ആഡ് ചെയ്യേണ്ടി വന്നത്. കാരണം അല്ലെങ്കിൽ അത് പൊടിഞ്ഞ് കിട്ടില്ല. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ മിക്സിയുടെ കൺവീനിയൻസ് അനുസരിച്ചിട്ട് ആഡ് ചെയ്യുക. എനിക്ക് ഇതുപോലത്തെ ചെറിയ തരിയുള്ള സേമിയ ഇട്ടിട്ട് പായസം വയ്ക്കുന്നതാണ് കൂടുതൽ ഇഷ്ടം. ഇതുണ്ടോ സേമിയ പായസം. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള കിസ്മിസും കാഷ്നട്ടും ചേർത്ത് കൊടുക്കുക. ഇതിൻ്റെ അപ്പിയറൻസ് നിങ്ങൾ ഉപയോഗിക്കുന്ന സേമിയ അനുസരിച്ച് വ്യത്യസ്തപ്പെട്ടിരിക്കും. നമ്മുടെ ടേസ്റ്റി ആൻഡ് യമ്മി സേമിയ പായസം റെഡി ആയിട്ടുണ്ട്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാം. താങ്ക്